ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റമദാൻ സ്പെഷ്യലായിട്ട് ഒരു ബ്രെഡ് കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഞാനൊരു നോമ്പ് തുറ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ കണ്ടൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പം കൊള്ളാം. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഒരു ബൗളിനകത്തോട്ട് നമ്മൾ അരക്കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഞാനിവിടെ വറുക്കാത്ത റവയാണ് യൂസ് ചെയ്യുന്നത്. അരക്കപ്പ് മെഷർമെൻറ്റ് കപ്പ് കണ്ടില്ല, അരക്കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അരക്കപ്പ് നമ്മുടെ റവ കൂടി ആ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേ സെയിം കപ്പിന് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കപ്പം വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമുക്കിതൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാവേ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ആ വെള്ളം എല്ലാം അങ്ങ് അബ്സോർബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു റവ നല്ലതുപോലെ ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കും, ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിയിലല്ലേ ഇരിക്കുക. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് ലൂസാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഒരുപാട് വേണ്ടതാണ്, ഇത്രയും വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല, ഇതുപോലെ വേണം കേട്ടോ. എന്നും പറഞ്ഞാൽ ഒരുപാട് ഹാർഡാവാനും പാടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതേ സ്പൂണിന് തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. കുറച്ചധികം അങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ, ഓരോ റെസിപ്പികളിൽ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കണ്ട. ഉപ്പിടുന്ന വീഡിയോ കട്ടായി പോയതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്തെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ സവാളയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അല്ലെങ്കിൽ വലുതാണെങ്കിൽ 1 എണ്ണം മതിയേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കനാണ്, ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ പീസുകളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്നിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മല്ലിയില ഇല്ലെങ്കിലും പ്രശ്നമില്ല, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. നമ്മൾ ഉള്ളിവടയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകില്ല. നല്ല ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ്. ഈ ഒരു റമദാനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഞാനിവിടെ 2 ബ്രെഡിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ബാക്കി നമുക്ക് മിക്സിംഗ് അനുസരിച്ച് നമ്മൾ ബ്രെഡിൻ്റെ അളവ് കൂട്ടാൻ മറക്കണ്ട. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ 2 എണ്ണം, പിന്നീട് നമ്മൾ 2 എണ്ണം. ഞാൻ ടോട്ടൽ ഒരു 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ബ്രെഡിലേക്കുള്ള മിക്സിംഗ് ആണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് കച്ചപ്പ് മാത്രം മതി. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രെഡിനെ നമ്മൾ എന്താക്കും, കട്ട് ചെയ്തെടുക്കും കേട്ടോ. 2 ആയിട്ട് എടുക്കും. 2 പോർഷനായിട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു 2 ബ്രെഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് അതും കൂടി ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡിനെ എല്ലാം 2 ആക്കി എടുക്കാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 5 ബ്രെഡാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അത്രയും മിക്സിങ്ങിന്, അതായത് അരക്കപ്പ് റവയ്ക്ക് അത്രയും 5 ബ്രെഡ് തന്നെ മതി കേട്ടോ. അതല്ല നിങ്ങൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവും അതുപോലെ തന്നെ മിക്സിങ്ങിൻ്റെ അളവും കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു 5 ബ്രെഡിലാണ് ഇത്രയും ചേർന്നാൽ ഒരുപാടുണ്ടാവും സ്നാക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മിക്സിയിൽ കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ നിങ്ങൾ കോട്ട് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് കോട്ട് ചെയ്തെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ കോട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു ബ്രെഡിൻ്റെ 2 ഭാഗത്തും ആ ഒരു ഫില്ലിങ് കിട്ടണം, അത്രയേ ഉള്ളൂ. നമുക്ക് 2 ഭാഗത്തും ഇതുപോലെ നിങ്ങൾ കോട്ട് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് കോട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രെഡ് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ബ്രെഡുകളും നമുക്ക് ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ അതൊരു പാനിൽ ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബ്രെഡിന് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ആദ്യം നമുക്കൊരു 3 ബ്രെഡ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണേ. തീരെ അങ്ങ് ലോ ഫ്ലെയിം ആക്കി കളയില്ല, എങ്കിൽ ബ്രെഡ് മൊത്തം എണ്ണയും വലിച്ചെടുക്കും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറുവശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നോമ്പിന് ഓരോ ദിവസം ഓരോ റെസിപ്പികളാണല്ലോ പരീക്ഷണം നടക്കുന്നത് നമ്മൾ അടുക്കളയിൽ. അപ്പോൾ ഈ ഒരു ദിവസത്തെ പരീക്ഷണം ഇതായിക്കോട്ടെ കേട്ടോ. ഒട്ടും തന്നെ ഫ്ലോപ്പായി പോലെ ധൈര്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റം തന്നെയാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകത്തില്ല. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മൾ ഉള്ളിവടയൊക്കെ കഴിക്കത്തില്ല, ആ ഒരു ക്രിസ്പിനെസ്സും എല്ലാം ഉണ്ടാകും. കാരണം നമ്മൾ റവയാണല്ലോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവത്തില്ല. ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോന്നൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇതും കൂടി അതിൽ ഉൾപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞും പോയിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റമദാന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ. ഒരു ദിവസത്തെ നോമ്പ് തുറക്കി ഈ ഒരു റെസിപ്പി ആയിട്ടുണ്ട്. ബ്രെഡ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് ചെയ്യാനോ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.